ഹായ് ഓൾ, ഒരു കൂടി ഇൻസ്പെക്ടർ ടെക്നിക്കൽ പി എസ് സിയുടെ ഒരു ഇൻഫോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, നവംബറിൽ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ട്രേഡ്സ്മാൻ പരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച അതേ സിലബസ് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഒരു കോഴ്സ് സ്റ്റാറ്റസ് എന്താണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നമ്മുടെ ഒരു വീഡിയോ ലൈബ്രറി എന്ന് പറഞ്ഞ ഏകദേശം 113 സെക്ഷൻസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ടോപ്പിക് വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് അത് ഒന്നും കൂടെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൊഡ്യൂൾ വൈസും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നോക്കാം. പിന്നീട് നമുക്ക് അപ്പൊ ഇത്രയും, അതായത് നമ്മുടെ സിലബസ് ഓറിയന്റ് ചെയ്തിട്ടുള്ള വീഡിയോ ലൈബ്രറി നമുക്ക് എന്താണ് പക്കയായിട്ട് കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പൊ സേഫ്റ്റി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സാധാരണ ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷകൾക്ക് സാധാരണ ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ് സേഫ്റ്റി എന്ന് പറയുന്നത്. പക്ഷേ സിലബസ് നമുക്ക് വന്നിട്ടില്ല. അപ്പൊ ജസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, അത് റെഫർ ചെയ്യണമെന്നില്ല. വേറെ ഏതെങ്കിലും പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് അത് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നീട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ കുറച്ചും കൂടെ ഒരു ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനത് അതിന്റെ PDF എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു എല്ലാ നോട്ട്സും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്ലൈഡ് നോട്ട്സ് എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് എടുക്കാവുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റിവിഷൻ നോട്ട്സ് എന്ന രീതിയിൽ, അതായത് നമ്മൾ റിവിഷൻ സീരീസ് ആയിട്ട് എടുത്ത മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷനിൽ ഓരോ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് കറക്റ്റായി കൊടുക്കുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ PDF അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഏത് ആസ്പെക്ട്സിലാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ക്ലിയർ പിക്ചർ അറൌണ്ട് ദി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. എല്ലാ ഇമ്പോർട്ടന്റ് പോയിന്റ്സും ഉൾപ്പെടുത്തി തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ബുക്ക്ലെറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്തായിരിക്കും, റീഡ് ഓൺലി ഫോർമാറ്റിലായിരിക്കും എന്തിൽ കിട്ടുക, ആപ്ലിക്കേഷനിൽ കിട്ടുക എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈസിലി പ്രിന്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഡ്രൈവ് ലിങ്ക് വഴി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രിന്റ് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ പുതിയതായിട്ട് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതായത് റെക്കോർഡ് വീഡിയോ ലൈബ്രറി ഉണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് ഉണ്ട്, PDF ഉണ്ട്. ഇത് അവിടെ സെറ്റ് ആയിട്ട് നിൽക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് റിവിഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ആണ് ഏത് PSC എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റിവിഷൻ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഈ റിവിഷൻ സീരീസിൽ നമ്മൾ ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫോക്കസ്ഡ് ആവാണ്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ് ആവാണ്. ഓക്കെ, അതായത് നമുക്കൊരു PSC ലാസ്റ്റത്തെ കുറച്ച് ട്രേഡ്സ്മാൻ പരീക്ഷകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 20-25% ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കയറി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതി കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ അതിന്റെ ഒരു ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് ഒരു ക്വസ്റ്റ്യനിന് തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു 3 to 4 പോയിന്റ്സ് നിങ്ങൾക്ക് കവർ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾക്ക് ഒരു ക്ലിയർ ഷെഡ്യൂൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓൾറെഡി വീഡിയോ ലൈബ്രറി ഉണ്ട്, നോട്ട്സ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലാസ് കണ്ട് ഒന്ന് വായിച്ച് നോട്ടൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്തിലേക്ക് വരിക, നമ്മുടെ റിവിഷൻ സീരീസിലേക്ക് വരിക. അപ്പൊ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ത്രൂ തന്നെ, അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ത്രൂ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഏരിയയിലൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. മാക്സിമം ക്വസ്റ്റ്യൻസ് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ തന്നെ നമ്മൾ ഏകദേശം ഒരു ചെറിയ ഫസ്റ്റ് മോഡ്യൂളിന്റെ ഭാഗത്ത് നിന്ന് ഏകദേശം 70-80 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ് മീൻസ് വൺ ക്വസ്റ്റ്യൻ കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 3 പോയിന്റ്സ് ആണ് അല്ലെ. അപ്പോൾ നമുക്ക് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഈ രീതിയും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു കോഴ്സ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇപ്പോൾ നമ്മളുള്ള കോഴ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നമ്പർ ഓൾറെഡി ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ നേരിട്ട് കാണാം എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എന്ത് ചെയ്യുക, റിവിഷൻ സീരീസ് ക്ലിയർ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവാം. വീക്കിലി 2 ക്ലാസ്സുകളായിരിക്കും, ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 ക്ലാസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു അറൗണ്ട് നമുക്കൊരു 8-9 വീക്സ് നമുക്ക് കിട്ടും.
സിമ്പിൾ ആയിട്ട്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ മോഡ്യൂൾസും നല്ല രീതിയിൽ നമുക്ക് റിവിഷൻ ചെയ്തും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ കാണാമെന്ന് വിചാരിക്കുന്നു. അതുവരെയും തൽക്കാലം ബൈ.